ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ ബിഗ് വേൾഡ് ഓഫ് ഡ്രാമയിലേക്ക് സ്വാഗതം. നമ്മൾ കേൾക്കാൻ പോകുന്നത് ഗോ ഹെഡിൻ്റെ 25ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനമാണെങ്കിൽ നമ്മുടെ മെൻഹുയുടെ അമ്മ വന്നിട്ട് അവർ അച്ഛനും അമ്മയും മക്കളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിരിക്കുമ്പോൾ നമ്മുടെ മെൻഹുയി പറയുകയാണ്, അമ്മേ ജിയ വീട്ടിലോട്ട് പോകാത്തത് എന്നെയും തങ്ങളുവിനെ ഓർത്തിട്ടാണ് എന്നിങ്ങനെ പറയുക. അപ്പം അമ്മ ചോദിക്കുകയാണ്, നിൻ്റെ ഉദ്ദേശം എന്തുവാ? ജീവിതകാലം മൊത്തം അവരോട് കൂടി ജീവിക്കാനാണ്, നിനക്ക് കല്യാണം കഴിക്കാനൊന്നും ഉദ്ദേശമില്ലേ എന്നിങ്ങനെ ചോദിക്കുക. നമ്മുടെ തങ്ങി പറയണം, അമ്മ എന്തായാലും ഇപ്പം എന്നെക്കൊണ്ട് ഇപ്പം നിങ്ങളോട് വരാൻ പറ്റത്തില്ല എന്ന് പറയും. ഇപ്പം നമ്മുടെ അമ്മ പറയണം, ഇടി നിനക്ക് 25 വയസ്സായി, ഇനിയെങ്കിലും നിനക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ അച്ഛൻ പറയണം, ശരി അവളിപ്പം എങ്ങല്ലേ, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറയും. ഉടനെ നമ്മുടെ തങ്ങി പറയും, ഞാൻ 30-ാം വയസ്സിൽ കല്യാണം കഴിച്ചോളാം എന്ന് പറയും. സോ അപ്പോഴത്തേനും അമ്മയ്ക്ക് 30-ാം വയസ്സിലോ, എന്തുവാടി നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ കുറച്ച് ബുക്കൊക്കെ എടുത്ത് കൊടുക്കുക. ഇന്നാ ഈ ബുക്കൊക്കെ നീ റെഫർ പോയി പഠിക്കാൻ പറഞ്ഞ് അങ്ങനെ കൊടുക്കുക. സോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ മെൻഹുയി ആണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അതായത് നമ്മുടെ ജിയയുടെ വീട്ടിൽ ചെന്നിട്ട് അവൾ ആ ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് പറയും, ഞാൻ എന്തൊക്കെ എടുക്കുന്നത് എഴുതി അവൾ ആ ബുക്കൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് കയറ്റി വെക്കുക. സോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നമ്മുടെ ജിയ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് ഷിൻസുവും ഉണ്ട്, അവിടെ ലിന്നും ഉണ്ട്. ലിന്നാണെങ്കിൽ ജിയയെ നോക്കി, നീ വന്നോ, നീ പോയി മുഖം കഴുകിട്ടോ, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. സോ നമ്മുടെ ലിന്നിനെ കണ്ട ഉടനെ നമ്മുടെ ജിയയ്ക്ക് ഓർമ്മ വന്നത് നേരത്തെ കിസ് സീനായിരുന്നു. സോ അവളാണെങ്കിൽ പെട്ടെന്ന് വാണം വിട്ട് പോലെ ഓടിപ്പോയി ആ ബാത്റൂമിൽ കയറും. അപ്പം ബാത്റൂമിൽ കയറി ഉടനെ മെൻഹുയി കാണും. എന്നിട്ട് ചോദിക്കും, ഇടീ നീ തിരിച്ച് വന്നോ എന്ന് ചോദിക്കും. നമ്മുടെ മെൻഹുയി ചോദിക്കും, നീ അല്ലേ എന്നോട് തിരിച്ച് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പം നമ്മൾ മെൻഹുയി ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ എപ്പോഴാണ് തിരിച്ച് വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ ഇന്ന് പൊക്കോളാം എന്ന് പറയും. അപ്പോൾ ഉടനെ നമ്മുടെ മെൻഹുയി ചിരിച്ചിട്ട് പറയും, നീ വീട്ടിലൊന്നും പോകണ്ട, നീ ഇവിടെ തന്നെ നിന്നോ എന്നിങ്ങനെ പറയുക. ജിയ ചോദിക്കണം, ഇടീ നീ എന്നോടുള്ള പിണക്കമെല്ലാം മാറിയോ എന്ന് പറഞ്ഞു. മെൻഹുയി പറയണം, അയാൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എൻ്റെ കാര്യമില്ല, ഞാനതിനെ വെറുതെ നിന്നോട് ഇഷ്ടപ്പെടുന്നത് എന്നിങ്ങനെ പറയുക. നമ്മുടെ മെൻഹുയി ഇങ്ങനെ പറയുകയാണ്, ഇപ്പം ഇവിടെയല്ലേ ഏറ്റവും നല്ല സീൻ നടക്കുന്നത്. സോ നിൻ്റെ 2 ചേട്ടന്മാരും നിന്നെ പ്രേമിച്ചുകൊണ്ടിരിക്കുക. സോ അത് അവർക്ക് 2 പേർക്കും അറിയത്തുമില്ല. സോ ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ ഇതുപോലെ നല്ലൊരു ഷോ ഇവിടെ നടക്കുമ്പോൾ ഞാനിതിനെ ഇത് വേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് നമ്മുടെ മെൻഹുയി ഇറങ്ങി വെളിയിലോട്ട് പോകും. സോ അപ്പോൾ നമ്മുടെ ജിയ ചോദിക്കണം, എന്ത് പടി നീ ടേബിളാണോ, നീ ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കുക. എന്നിട്ട് നമ്മുടെ മെൻഹുയി പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാകട്ടോ. അവൾ ജിയയുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചതേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മെൻഹുയി ആണെങ്കിൽ ലിനിനെ നോക്കുന്നുണ്ട്, ഷിൻസിനെ നോക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ മെൻഹുയി ചോദിക്കാൻ, നിങ്ങളെല്ലാം സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുക. ഇവിടെ ഇല്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിച്ചോ എന്നിങ്ങനെ നമ്മൾ മെൻഹുയി ഇങ്ങനെ ചോദിക്കുക. ഉടനെ ജിയ ഇങ്ങനെ അവളെ ഇങ്ങനെ ഒരുമാതിരി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലിൻഡി പറയണേ, എടി അത് നമ്മൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മെൻഹുയി പറയണേ, അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നവരല്ലേ, അപ്പോൾ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നോർമലാണ് എന്നിങ്ങനെ പറയുക. എന്നിട്ട് നമ്മുടെ മെൻഹുയി പറയണം, നിങ്ങൾ 3 പേരും ഒരുമിച്ച് വളർന്നവർ, അപ്പം നിങ്ങൾ നന്നായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ജിയ ആണെങ്കിൽ വീണ്ടും നമ്മുടെ മെൻഹുയെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടി നമ്മുടെ ജിയ ചോദിക്കുകയാണ്, ഷിൻസു നീ എപ്പോഴാണ് ആശുപത്രിയിൽ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം നിൻ്റെ അങ്കിളിനുള്ള ഫുഡൊക്കെ നീ ഉണ്ടാക്കിയോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പം നമ്മുടെ ഷിൻസു പറയണം, ആടി ഞാൻ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പോകും, അച്ഛനെ ഞാൻ വിളിച്ചു എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ മെൻഹുയി ചോദിക്കണം, അല്ല എന്ത് പറ്റി അങ്കിളിന് എന്ന് ചോദിക്കുക. അപ്പോൾ പറയാണ്, എൻ്റെ അങ്കിളിന് ക്യാൻസറാണ്. അപ്പം മെൻഹുയി ചോദിക്കുകയാണ്, അത് ട്രീറ്റബിൾ ആണോ എന്ന് ചോദിക്കുക. അപ്പം പറഞ്ഞു, ആടി കുഴപ്പമൊന്നുമില്ല, നേരത്തെ ഡയഗ്നോസിസ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പം നന്നായിരിക്കുന്നു എന്ന് പറയും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയം നമ്മുടെ തങ്ങിനി ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു എന്നും പറഞ്ഞ് തങ്ങിനി ഇങ്ങോട്ട് വരുമ്പോൾ, സോ തങ്ങിനി വന്നുടനെ തങ്ങിനിൻ്റെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുക നമ്മുടെ ജിയ. എന്നിട്ട് ഈ 2 കൂടെ കാണിക്കുന്ന കോപ്രായം കാണും. സോ അവൾ ഒരുമാതിരി ഈ പല്ലിക്കുഞ്ഞ് ഫുഡ് കഴിക്കുന്ന പോലെ എന്ന് പറഞ്ഞൊരു കടി കടിക്കും. സോ അതുപോലെ തന്നെ ജിയായും കടിക്കും. സോ 2 കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് ചുമ്മാ ഫൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ലിന്നാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ ഷിൻസും നമ്മുടെ ജിയായും കൂടി ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ പെട്ടെന്ന് ലിയ ഈ കിസ്സിങ് സീൻ ഓർത്തിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് പിന്നെ ഉള്ളവർക്ക് എൻ്റെ തലയിൽ നിന്നൊക്കെ കള എന്നിങ്ങനെ പറയുക. എന്നിട്ട് നമ്മുടെ ഷിൻസിനോട് പറയുവാണ്, എടാ നീ എന്നെ ഫോഴ്സ് ചെയ്തൊന്നും കിസ് ചെയ്തേക്കരുത് എന്നിങ്ങനെ പറയുക. ഉടനെ നമ്മുടെ ഷിൻസ് ചോദിക്കണം, എടീ നീ എന്തായി പറയുന്നേ, നീ എന്തായി വിചാരിക്കുന്നത്, അങ്ങനെ ഒരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്തൊക്കെ കിസ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമോ. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ കൂടി ഇങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ ചോദിക്കും, നീ എന്നെപ്പറ്റി എന്താ, ഞാനൊരു മോശം മനുഷ്യനാണെന്ന് കരുതിയാണോ നീ ഇരിക്കുന്നത്, നീ എന്തേലും എന്നെ ട്രാപ്പിൽ പെടുത്താൻ നോക്കുവാണ് എന്നൊക്കെ ചോദിച്ച് ഷിൻസു ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് 2 പേരും കൂടെ നടന്നിങ്ങനെ അങ്ങ് പോകുക. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ജിയ അവളുടെ സ്റ്റുഡിയോയിലോട്ട് ചെല്ലും. അപ്പോൾ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവളെപ്പറ്റി എന്തോ വാർത്ത ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ വന്നേക്കും. അപ്പം നമ്മുടെ ചെറുക്കൻ പറയുകയാണ്, നമ്മളെപ്പറ്റി ഒരു പബ്ലിസിറ്റി ആയി കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് വരും, സോ നിനക്കൊരു ഇൻ്റർവ്യൂ വേണമെന്ന് ഒരാൾ വന്ന് പറഞ്ഞു എന്ന് പറയുക. ജിയ ദേഷ്യപ്പെട്ട് പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല,
എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആ ചെറുക്കനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു, നീ ഇവിടുത്തെ ഒരു എംപ്ലോയി ആണ്, സോ അതുമാത്രം നീ നോക്കിയാൽ മതി, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞ് ആ പത്രം ഇങ്ങനെ വലിച്ചു കീറി അവൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകും. അപ്പം സോ ജിക്ക് ഇൻ്റർവ്യൂവിനൊന്നും താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർമാർ രണ്ടുപേരും കൂടി ഇരിക്കും. അതായത് നമ്മുടെ ലിന്നും മറ്റേ ആ പെണ്ണും കൂടെ. നമ്മുടെ ഡോക്ടർ ചോദിക്കുകയാണ്, ആ ജിയുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാം, നിങ്ങൾ തമ്മിൽ കിസ് ചെയ്തു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ലിന്ന് പറയാണ്, എടി നീ അങ്ങനത്തെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടരുത്, എനിക്കതിനെപ്പറ്റിയൊന്നും ഇഷ്ടമില്ല, എൻ്റെ പ്രൈവറ്റ് വിഷയത്തിൽ നീ ഇടപെടുകയൊന്നും വേണ്ട എന്ന് പറയും. അപ്പം നമ്മുടെ ഡോക്ടർ പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, ഇപ്പം എനിക്ക് നിന്നിൽ ഒരു ഫീലിങ്സും ഇല്ല എന്നിങ്ങനെ പറയുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ലിന്ന് പറയാണ്, ഞാനത് പുറത്ത് പോയി ലഞ്ച് കഴിക്കാൻ പോകും, അതുകൊണ്ട് എനിക്കതിൽ അപ്പോയിൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നീ അതെടുത്തോണം എന്നിങ്ങനെ പറഞ്ഞ് അവിടുന്ന് അവർ പിരിയുക. അപ്പം ആ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലിന്നും മെൻഹുയും കൂടെ പോയിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ലിന്ന് അപ്പം നമ്മുടെ മെൻഹു ചോദിക്കുകയാണെങ്കിൽ നീ എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയും, നീ തന്നെ ഓർഡർ ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മുടെ ലിന്ന് പറയും, അങ്ങനെയല്ല, നീ ഓർഡർ ചെയ്യും, നിനക്ക് എന്തോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നീ തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞ് അവളെ കൊണ്ട് തന്നെ നമ്മുടെ ലിന്ന് ഓർഡർ ചെയ്യിപ്പിക്കുക. സോ അത് കഴിഞ്ഞ് അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ പറയാണ്, നമ്മൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിന്നെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. നമ്മുടെ ലിന്നിങ്ങനെ പറയുകയാണ്, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് പറയാം. ഞാൻ സിംഗപ്പൂരായിരുന്ന സമയത്ത് മൊത്തം ഞാൻ അമ്മയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യായിരുന്നു, കുക്കിങ്, ഹൗസ് ലൈഫ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സോ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഇടയ്ക്കൊക്കെ നിന്നോട് സംസാരിക്കുന്നത്, പക്ഷേ കൂടുതലായിട്ട് നിന്നോട് ചോദിക്കുന്നത് ജിയാടെ കാര്യമല്ലായിരുന്നു, പക്ഷേ നിന്നെപ്പറ്റി ഞാനൊന്നും ചോദിക്കാറില്ല. സോ അപ്പോഴെങ്കിലും നീ മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാണ് നമ്മുടെ ലിന്ന് പറയുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച് നമ്മുടെ മെൻഹുയുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയെടുക്കത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ലിന്ന്. ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ നമ്മുടെ തങ്ങിനോട് വന്ന് സംസാരിക്കുക മെൻഹു. ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയും. അപ്പം നമ്മൾ തങ്ങി ചോദിക്കുകയാണ്, ഓ അപ്പം നീ ഹൈസ്കൂളിലായിരുന്ന സമയം തൊട്ട് സീക്രട്ടായിട്ട് നീ ലിനിനെ സ്നേഹിച്ചിരുന്നോ എന്നിങ്ങനെ ചോദിക്കും. പറഞ്ഞു, ആടി, പക്ഷേ അവൻ വേറൊരാളെ അപ്പം തൊട്ടേ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുക. മെൻഹു പറയുകയാണ്, ഇപ്പം ഞാൻ ലിന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഒരുപാട് കംഫർട്ടബിളാണ്, സോ ഇപ്പം എൻ്റെ പകുതി ഇതൊക്കെ കുറഞ്ഞു എന്നിങ്ങനെ പറയുക, പകുതിയായി എനിക്ക് ആശ്വാസമായി എന്നിങ്ങനെ പറയുക. നമ്മുടെ തങ്ങി ഇങ്ങനെ പറയുകയാണ്, ഞാൻ എൻ്റെ കരിയറിനെ പറ്റി ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുക. കാരണം ജിയാനെ നോക്ക്, അവളിപ്പോൾ എന്ത് സക്സസ്ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്, അവൾ നല്ലൊരു കട തുടങ്ങി, സോ നിനക്കാണെങ്കിൽ ഒരു ജോലിയുണ്ട്, എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയം നമ്മുടെ ജിയ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. സോ അവൾ പെട്ടെന്നാണെങ്കിൽ ഇത് ദേഷ്യപ്പെട്ട് ഈ കഥ കടച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ, ജിയ ആണെങ്കിൽ ഒരു കടയിൽ നിന്ന് വലിയൊരു കേക്ക് മേടിച്ച് അത് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലിന്നാണെങ്കിൽ പുറകിൽ വന്ന് ഇത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പം സോ അത് കഴിഞ്ഞ് നമ്മുടെ ലിന്നാണെങ്കിൽ ജിയുടെ അടുത്ത് നിന്ന് ഗ്ലാസ്സിൽ ഒന്ന് കൊട്ടും. സോ അവളാണെങ്കിൽ വായിൽ കേക്കൊക്കെ നിറച്ച് ഒന്നും പറഞ്ഞിരിക്കുക. സോ അത് കഴിഞ്ഞ് ലിന്ന് നേരെ വന്ന് ജിയുടെ മുന്നിൽ വന്നിട്ട് അവളുടെ മുഖത്തായ കേക്കൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കും. നമ്മുടെ ജിയ ചോദിക്കണം, അല്ല ഞാനിവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാമായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ പറയാണ്, ഞാൻ പുറത്തിറങ്ങിയ സമയം നിന്നെ കണ്ടായിരുന്നു, നീ ഇങ്ങനെ വരുന്നത് എന്ന് പറയും. അപ്പം നമ്മുടെ ജിയ ചോദിക്കുന്നുണ്ട്, നീ ഇത് കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേന് അവൻ്റെ അടുത്തോട്ട് നീട്ടിയിട്ട് പറഞ്ഞാൽ ഞാൻ വേറെ സ്പൂൺ എടുക്കാമെന്ന് പറയുന്ന ആ സമയം കൊണ്ട് തന്നെ അവൻ അതെടുത്തും കഴിക്കും. സോ നമ്മുടെ ജിയയ്ക്ക് അവൾ കഴിച്ച സ്പൂൺ കൊണ്ടാണല്ലോ ഇവൻ കഴിച്ചതെന്ന് ഓർത്തിട്ട് എന്തോ ഉണക്കായിട്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ ജിയ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ ലിനി ചോദിക്കും, എന്ത് പറ്റിയെന്ന്. അപ്പം നമ്മുടെ ജിയ പറയുകയാണ്, അത് ഇന്നലെ രാത്രി നടന്നത് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ലിന്നാണെങ്കിൽ ഓ എന്ന് വെക്കും. സോ നമ്മുടെ ജിയ ചോദിക്കണം, അല്ല നീ എന്തിനാണ് ഇപ്പം ഓ എന്ന് വെച്ചെന്ന് പറഞ്ഞു. അത് ഓ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലായി എന്നാണെന്ന് പറഞ്ഞു. നമ്മുടെ ജിയ പറയണേ, ഇതിനി ഒരിക്കലും ചെയ്യല്ലേ എന്ന് പറയും. അപ്പം ലിനി ചോദിക്കുകയാണ്, അത് നല്ലതല്ലേ എന്ന് ചോദിക്കുക. ഉടനെ നമ്മുടെ ജിയ പറയണം, അഫ്കോഴ്സ് അത് നല്ലതല്ല എന്ന് പറയുക. നമ്മുടെ ലിന്ന് പറയണം, മെൻഹുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തു. സോ അവളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്കെല്ലാം മനസ്സിലായി, അവളോട് സോറി പറഞ്ഞു. സോ ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എല്ലാം തീർത്തു എന്നിങ്ങനെ പറയുക. നമ്മുടെ ലിന്ന് ചോദിക്കുകയാണ്, ഇപ്പം നീ ഹാപ്പി ആയോ എന്ന് ചോദിക്കുക. അപ്പം ചോദിക്കണം, എന്ത് പറ്റി, നിനക്ക് എന്തോ വിഷമം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, തങ്ന്യൂന് എന്നോട് ഭയങ്കര ജലസിയാണ് എന്ന് പറഞ്ഞ് അതിനാണ് വിഷമിച്ചിരിക്കുന്നത്, എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, സോ എനിക്ക് ഒരുപാട് പൈസ കിട്ടുന്നു, അതുകൊണ്ട് എന്നോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു എന്ന് പറഞ്ഞ അവൾ. സോ ആ ഒരിതിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമായി എന്നിങ്ങനെ പറയും. അപ്പം നമ്മുടെ ലിന്നാണെങ്കിൽ ജിയുടെ രണ്ട് കൈയും കൂടി ഇങ്ങനെ പിടിച്ച് തറിയും, നീ വിഷമിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയും. സോ അവളുടെ കൈ പിടിച്ചേക്കുന്ന കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് ആ കൈ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ്, ഓ വേണ്ട ഞാനിപ്പോൾ ഗുഡായിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുക. നമ്മുടെ താടിക്ക് രണ്ടിനും കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ജിയ. അപ്പോൾ ജിയാനെ നോക്കി അതുപോലൊക്കെ തന്നെ ഇരിക്കുകയാണ്
ഇരിക്കുകയാണ് നമ്മുടെ ലിന്നിങ്ങനെ പറയാണ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് നന്നായിട്ടിരിക്കണം, ഒരു അസുഖവും ഇല്ലാതിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. അത് തന്നെയല്ല ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് 2 കുട്ടികൾ വേണം എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ ജിയ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് നീ പറഞ്ഞാൽ നിനക്ക് 2 പിള്ളേർ വേണമെന്നോ? ലിന്നി ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് എത്ര പിള്ളേരാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോഴത്തേനും നമ്മുടെ ജിയ പറയും, എനിക്ക് എന്ന് പറയുമ്പോഴത്തേനും അവൾ പെട്ടെന്ന് ഓർക്കുന്നു. സോ എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കും. സോ ആ സീൻ അവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്യും. അപ്പം പിറ്റേ ദിവസം നമ്മുടെ കൊച്ചാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവളുടെ സ്റ്റുഡിയോയിൽ. പിറ്റേ ദിവസം നമ്മുടെ സ്റ്റുഡിയോയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള കൊച്ചു പറയണം, എടി നീ ആ ഇൻ്റർവ്യൂ കൊടുക്കണം, അത് ഇമ്പോർട്ടൻ്റ്, ആ ക്ലയൻറ്റിനും അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സോ നീ ആ ഇൻ്റർവ്യൂവിന് പോകണമെന്ന് പറയും. അപ്പം നമ്മുടെ ജിയ പറയണില്ല, എനിക്കതിനൊന്നും ഇഷ്ടമില്ല, വേണ്ട എന്നിങ്ങനെ പറയുക. സോ നമ്മുടെ മറ്റേ കൊച്ചിങ്ങനെ പറയാണ്, നിർബന്ധിച്ച് അവസാനം ഷിൻസുവിൻ്റെ ഷോപ്പിൽ വരും, നീ അവിടെ വെച്ച് അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കണം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ ജിയാനെ പറഞ്ഞു വിടുക. സോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ, ഇൻ്റർവ്യൂവിന് ആ പുള്ളിക്കാരി വന്നു ഇൻ്റർവ്യൂ കൊടുക്കും. അപ്പം അവർ ചോദിക്കുകയാണ്, എന്ന് മുതലാണ് നിങ്ങൾ ഈ പരിപാടി തുടങ്ങിയത്, ഈ ആർട്ടിങ് വർക്കൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ജിയ പറയണം, ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ എന്ത് കയ്യിൽ കിട്ടിയാലും ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യുമായിരുന്നു. സോ കൊച്ചിലെ മുതലേ ഞാൻ ഈ പരിപാടി ഇങ്ങനെ ചെയ്തു വരുന്നതായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് സോ നല്ല രീതിയിൽ അവിടെ വെച്ച് ആ ഇൻ്റർവ്യൂ കൊടുക്കുക. അപ്പം അതേസമയം നമ്മുടെ സ്റ്റാഫ്സ് എല്ലാം കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ബോസിൻ്റെ സിസ്റ്ററിനെ കണ്ടോ, എന്ത് നന്നായിട്ടാണ് ബോസൊക്കെ അവരെ ട്രീറ്റ് ചെയ്യുന്നത്, ഇതുപോലൊരു ചേട്ടനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവർ നല്ലതായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുകയാണ്, നമ്മുടെ ഷിൻസു ആണ് സ്റ്റാഫിനോടൊക്കെ പറയണം, ഇപ്പം നമ്മളുടെ ബിസിനസ് ഭയങ്കര കുറവാണ്, സോ കസ്റ്റമേഴ്സും കുറവാണ്, സോ നമ്മളിതിന് എന്നാലും വേണ്ടി നന്നായിട്ട് നമ്മൾ പരിശ്രമിക്കണം, എന്നാലും നമുക്ക് നല്ലൊരു ഇത് കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാഫിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഷിൻസു ആണെങ്കിൽ ജിയാടെ അടുത്തോട്ട് വരും. അപ്പം ജിയ ചോദിക്കണം, എന്തുവാടാ ബിസിനസ് ഒന്നും ഗുഡല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പം പറഞ്ഞു, അല്ലടി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എന്നെ ഒരു വുമൺ ഇങ്ങനെ ലിയോ എന്നാണ് അവരുടെ ഫാമിലി നെയിമിൻ്റെ പേര്, എന്തോ ഷോപ്പൊക്കെ നടത്തുന്ന ആളാണ്, അപ്പം അവരെൻ്റെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞു, അപ്പം നാളെ അവരെ ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയാം. അപ്പം നമ്മുടെ ജിയ പറയാണ്, ഓ ഫാമിലി നെയിം ലിയോ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, ഓ ഇവിടെ ചിലപ്പം തൗസൻഡ്സ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് അങ്ങനത്തെ ആൾക്കാർ കാണും എന്നിങ്ങനെ പറയുക. നമ്മുടെ ജിയായോട് പറയാണ്, നീ ഷോപ്പിനെ പറ്റി മാത്രം ചിന്തിക്കുക, വുമൺസിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട എന്നിങ്ങനെ പറയുക. നമ്മുടെ ഷിൻസു ഇങ്ങനെ പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ ഇരിക്കും. അപ്പം നമ്മുടെ ജിയ ഇങ്ങനെ പറയുകയാണ്, എടാ ഞാൻ ശരിക്കും ഒരു സത്യം പറയുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള വിവാഹത്തെപ്പറ്റി ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് കൂടിയില്ല എന്നിങ്ങനെ പറയാം. അപ്പം നമ്മുടെ ഷിൻസു ഇങ്ങനെ പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നീ എൻ്റെ ശരിക്കുമുള്ള ബ്രദർ തന്നെയാണ്, സോ അതിന് നിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫാമിലി രജിസ്ട്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നീ എൻ്റെ ശരിക്കുമുള്ള ബ്രദറാണ് എന്നിങ്ങനെ പറയുക. ഷിൻസു ചോദിക്കുകയാണ്, എടി നിനക്ക് എന്നെ കല്യാണം കഴിച്ചാൽ എന്താണ് കുഴപ്പം, എന്നെ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ പറ്റാത്തതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിങ്ങനെ ഷിൻസു ഇങ്ങനെ ചോദിക്കും. ഷിൻസു ചോദിക്കണം, നമ്മൾ ഇത്രയും നാൾ ഒന്നിച്ച് തന്നെയല്ലേ ജീവിച്ചത് എന്നിങ്ങനെ ചോദിക്കും. അപ്പം നമ്മുടെ ജിയ പറയണേ, എടാ നമ്മൾ ഇത്രയും നാൾ ഒരു ബ്രദർ ആൻഡ് സിസ്റ്ററായിട്ടാണ് ജീവിച്ചത്, പക്ഷേ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നമ്മളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫാകും, സോ ഒന്നിച്ച് കിടക്കുന്നു ഒന്നിച്ചിരിക്കുന്നു, സോ അതൊന്നും പറ്റത്തില്ല, അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങനെ നമ്മുടെ ജിയ പറയുക. നമ്മുടെ ഷിൻസു ചോദിക്കണം, അതിനിപ്പോൾ എന്താടി കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുക. ജിയ പറയാണ്, എടാ നീ എന്നെ 5 വയസ്സുള്ള ജിയാനെ കണ്ടിട്ടുണ്ട്, 16 വയസ്സുള്ള ജിയാനെ കണ്ടിട്ടുണ്ട്, പക്ഷേ നീ 25 വയസ്സുള്ള ജിയാനെ നീ കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുക. 25 വയസ്സുള്ള ഈ ജിയയ്ക്ക് എൻ്റെ കാര്യം നോക്കാനും അറിയാം, അതുപോലെ തന്നെ നിന്നെ കെയർ ചെയ്യാനും അറിയാമെന്ന് പറയാം. എന്നിട്ട് നമ്മുടെ ജിയ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, എടാ നീ ഞങ്ങളുടെ ഹൗസ് ഹോൾഡ് രജിസ്റ്ററിൽ നിൻ്റെ പേരുണ്ട്, നീ എന്നിട്ട് ജിയന് പറയാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, മൂത്ത കുട്ടി ഷിൻസു, ഇളയ കുട്ടി ജിയ, ഈ ഹൗസ് ഹോൾഡ് രജിസ്റ്ററിൽ നിൻ്റെ പേര് ഉണ്ട് എന്ന് പറയാം. അപ്പം നമ്മുടെ ഷിൻസു ചോദിക്കണം, അപ്പോൾ ലിന്നിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, അത് വേറൊരു ഫാമിലിയാണ്, ലിന്നിൻ്റെ അച്ഛൻ്റെ പേര്, അത് കഴിഞ്ഞ് ലിന്ന്, സോ അത് നമ്മുടെ മറ്റൊരു ഫാമിലിയുടെ കൂട്ടത്തിൽ പെടുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ലിയെ പിടിച്ചിട്ട് പറയുകയാണ്, എടാ നിൻ്റെ പേര് എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, അതിന് നിന്നെ കല്യാണം കഴിക്കണമെന്നൊന്നും ആവശ്യമില്ല, നിൻ്റെ പേര് രജിസ്റ്ററായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണ് എന്നിങ്ങനെ പറയാം. ആ സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ തങ്ങി ആണെങ്കിൽ ഒരു ഫോട്ടോ, അതായത് നമ്മുടെ ടിക്ടോക്കൊക്കെ എടുക്കത്തില്ലേ, അതേപോലൊക്കെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് അവളാണെങ്കിൽ പറയണ, ഹലോ മിസ്റ്റർ മാനേജർ, എൻ്റെ പേര് തങ്ന്യു, എനിക്ക് 26 വയസ്സുണ്ട്, എനിക്ക് നീളം എത്രയാണ്, എൻ്റെ ഹൈറ്റ് എത്രയാണ്, സോ ഞാനിപ്പോൾ ആക്ഷൻ ചെയ്ത് കാണിക്കാമെന്നും പറഞ്ഞ് അവിടെ ഒരു സീൻ ഇങ്ങനെ ആക്ട് ചെയ്യാൻ വരുമ്പോഴത്തേനും അവളെ കൊണ്ട് പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞു, എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേന് നമ്മുടെ മെൻഹുയും നമ്മുടെ ജിയായും ഡോറിൽ വന്നിങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ മെൻഹുയി പറയണം, എടി ഇവൾക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, വന്ന് നമുക്കൊന്ന് ചെന്ന് കഴിക്കാം എന്നിങ്ങനെ പറയുക. സോ കഴിക്കാൻ ചെന്ന് ഇവർ 3 പേരും കൂടി ഇരുന്നിട്ടും നമ്മുടെ തങ്ന്യും നമ്മുടെ ജിയായും ഒരു കുന്തം പോലും
പോലും മിണ്ടുന്നില്ല. സോ മെൻഹുയി ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. മെൻഹുയി ചോദിക്കുകയാണ്, എടി നീ വീണ്ടും ആക്ട് ചെയ്യാൻ പോവുകയാണോ, നീ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറയാം. സോ അവളൊന്നും മിണ്ടാതിരിക്കുക. എന്നിട്ട് നമ്മുടെ മെൻഹുയി ആണെങ്കിൽ ജിയയ്ക്കിട്ടൊരു തട്ട് കൊടുത്തു. അപ്പോഴത്തേന് ജിയ പറയുകയാണ്, ശരിയാടി നീ പറ എന്നിങ്ങനെ പറയാം. അപ്പം പിന്നെ മെൻഹുയി ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്, പറയടി എന്ന് പറയാം. അപ്പം നമ്മുടെ തങ്ങി പറയാണ്, അതെ ഞാൻ വീണ്ടും അഭിനയിക്കാൻ വേണ്ടി പോകുവാണ് എന്ന് പറയും. അപ്പം നമ്മുടെ മെൻഹുയി ചോദിക്കുകയാണെങ്കിൽ അതെന്തിനാണ് ഞങ്ങളോട് മറച്ചു വെച്ചത്, ഞങ്ങളോട് പറയത്തില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക. ഞങ്ങൾ ഉറപ്പായിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ലേ എന്ന് ചോദിക്കുക. നമ്മുടെ തങ്ങി പറയണം, എനിക്കറിയാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഞാൻ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ആരും എന്നോട് മിണ്ടാതിരുന്നപ്പോഴും നിങ്ങളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്തേ എന്നിങ്ങനെ പറയുക. അപ്പം നമ്മളെ പഴയ സീൻ കാണിക്കുകയാണ്. നമ്മൾ ഒരു ദിവസം ക്ലാസ്സിൽ കരഞ്ഞുകൊണ്ട് വന്നൊരു സീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം തങ്ങനിയും നോക്കി നമ്മുടെ തങ്ങനിയും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വന്ന സീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം മെൻഹുയും നോക്കി ജിയായും നോക്കി. അത് കഴിഞ്ഞ് മറ്റുള്ള പിള്ളേരെല്ലാവരും കൂടെ അവളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ജിയായൊക്കെയാണ് അവൾ വരെ ഓടിച്ചു വിട്ടത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സീൻ കാണിക്കുകയാണ്. നമ്മുടെ തങ്ങുവിൻ്റെ അമ്മയും കൂടെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിരിക്കുക. അപ്പം അമ്മ ഇങ്ങനെ പറയണം, ഫെയിലിയറൊക്കെ കുഴപ്പമില്ല, അതൊക്കെ ജീവിതത്തിൽ നടക്കുന്നതാണ്, മോൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട എന്നിങ്ങനെ പറയുക. അമ്മ പറയുവാണ്, നിന്നെ ഒരു ഏജൻസിക്കാർ കണ്ടു, സോ അവർ പറഞ്ഞു നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന്. സോ പ്രത്യേകം ജിയാനെ നമ്മുടെ തങ്ങുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അമ്മ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ തങ്ങി ചോദിക്കുകയാണ്, ശരിയാണ് അമ്മ, ആ ഏജൻസിക്കാർ എനിക്ക് നല്ല അവസരം തരാമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞു അതെ എന്ന് പറഞ്ഞിട്ട് അവസാനം അമ്മ പറയാണ്, നിനക്ക് ബീഫ് തരുന്നത് ഇഷ്ടമല്ലല്ലോ, സോ അതുകൊണ്ടാണ് മോൾക്ക് ഇങ്ങനെ ഒരു റോങ് വന്നത്. സോ മോളുടെ ഫീലിങ്സൊക്കെ എങ്ങനെ വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യണം, അതുപോലെ ഇമോഷൻസും ഒക്കെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും അവൾക്ക് വീണ്ടും വിഷമം. സോ അവൾ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. സോ അത് കഴിഞ്ഞ് കാണിക്കുന്ന സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് നമ്മുടെ തങ്ങു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അവളെ ആണെങ്കിൽ തട്ടി വിളിച്ചിട്ട് നമ്മുടെ ജിയ ആണെങ്കിൽ ഒരു ലോലിപോപ്പ് കൊണ്ട് കൊടുക്കും. അത് കഴിഞ്ഞ് അവളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തങ്ങുവാണെങ്കിൽ വന്ന് മെൻഹുയാണെങ്കിൽ വന്ന് തങ്ങുവിൻ്റെ കയ്യിൽ പിടിക്കും. എന്നിട്ട് ജിയ പറയും, ഇത് കണ്ടോ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഹോസ്പിറ്റൽ കഴിക്കാൻ നീ വരുന്നോ എന്ന് പറയും. ഇപ്പം നീ വരുന്നില്ലേ വരണ്ട, ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ തങ്ങി പറയും, ഇവളെൻ്റെ ചോക്ലേറ്റ് മൊത്തം എടുത്ത് കഴിച്ചു, സോ അതുകൊണ്ട് ഇപ്പം എൻ്റെ കഴിക്കാൻ വിളിക്കും, ഞാൻ എങ്ങനെ വരാതിരിക്കണമെന്ന് പറഞ്ഞു. സോ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും കേട്ടോ. മൂന്നും കോളേജിൽ ചെന്ന സമയത്ത് 3 പാർട്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ബ്ലെസ്സിങ് കൂടെ ചേർന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അഞ്ചിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു. സോ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം പിരിഞ്ഞിട്ടേ ഇല്ല. സോ സൂപ്പറായിട്ട് ഞങ്ങൾ 3 പേരും പൊയ്ക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ പ്രസൻറ്റിൽ വരുവാണ്. അവിടെ തങ്ങി പറയാണ്, ശരിയാണ് ഞാൻ ഫെയിലിയർ ആയിരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. തങ്ങി പറയാണ്, ഞാൻ എന്തിനാ പേടിക്കുന്നതെന്ന് അറിയാമോ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ എന്നെ പേടിക്കുന്നത്. ഈ വിഷമം ആവില്ലേ എന്ന് ഓർത്തിട്ട് നിങ്ങൾ എന്നോട് സത്യങ്ങളൊന്നും പറയുന്നില്ല, കാര്യങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു ജോക്കായിട്ടാണ് എല്ലാവരുടെയും മുന്നിൽ ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്ക് ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നുകയാണ് ഞാൻ എല്ലാവരിൽ നിന്നും. ഞാൻ ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഹാപ്പി ആകുന്നില്ല, ഒരിക്കലും സക്സസ് നേടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജിയാടെ ജലസി ആയത്. നിങ്ങൾ എന്നെ എത്ര എൻകറേജ് ചെയ്താലും ഞാൻ ഒരിക്കലും അതിൽ ഹാപ്പി അല്ല എന്നിങ്ങനെ പറഞ്ഞു. സോ അവൾ നമ്മുടെ തങ്ങി ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. സോ ഇങ്ങനെയാണ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ നടക്കും നമുക്ക് നോക്കാം. ബൈ, താങ്ക് യു.